ഈ വിദ്യാലയത്തിൻ്റെ 120ാമത് വാർഷികാഘോഷം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി തരൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീമാൻ PP സുമോദ് അവരെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ്, ഇവിടെ എന്നോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TK ദേവദാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട അഭിലാഷ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാർ, മാനേജർ, HM ഉൾപ്പെടെയുള്ള അധ്യാപകർ, PTA ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കൾ, കോട്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെക്കാലത്തെ പാരമ്പര്യമുണ്ട്. ചമ്പ്രകുളം AUP സ്കൂളിൻ്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ഔപചാരികമായ ചടങ്ങിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. സ്കൂളിന് 120 വർഷം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നത് ചെറിയ കാലയളവല്ല. ഒന്നാമത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമാകുന്നതാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ പ്രവർത്തിച്ചൊരു സ്കൂൾ എന്ന നിലയിൽ എത്രയോ തലമുറകൾക്ക് അറിവ് പകർന്നു നൽകിയൊരു സ്കൂൾ എന്ന നിലയിൽ ഈ 2021 നിൽക്കുമ്പോൾ തീർച്ചയായും സ്കൂൾ ഈ പ്രദേശത്തെ ഒട്ടേറെ രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ പൂവണിയിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. തീർച്ചയായും ഇവിടെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട HM നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട സീനിയർ ടീച്ചർ കൂടിയായ MB സുധ നിങ്ങളോട് എങ്ങനെയാണ് ജൂൺ മാസത്തിൽ തുടങ്ങി മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ വിവിധ പ്രോഗ്രാമുകൾ സ്കൂളിന് വേണ്ടി നടപ്പിലാക്കുന്നത്. അത് പ്രവേശനോത്സവം മുതൽ വിവിധ പരീക്ഷകൾ മുതൽ ജൂൺ 5 പരിസ്ഥിതി ദിനം ഉൾപ്പെടെയുള്ള വിവിധ ദിനാചരണങ്ങൾ മുതൽ സാധാരണ നിലക്ക് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അറിവുകൾ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കുന്നത് എന്ന് ഇവിടെ നേരത്തെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ടീച്ചർ അവതരിപ്പിച്ചു.
തീർച്ചയായും ഈ സ്കൂൾ പഠന മികവിൻ്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് എന്ന് ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മികവിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങളെ മാറ്റി തീർക്കുക എന്നതാണ്. എങ്ങനെയാണ് മികവിൻ്റെ കേന്ദ്രങ്ങളാവുക? മികവിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങളെ മാറ്റി തീർക്കണമെങ്കിൽ ഏറ്റവും നല്ല പഠനാന്തരീക്ഷം സ്കൂളുകളിൽ ഒരുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ കാലത്ത് സർക്കാർ ആഗ്രഹിക്കുന്നത് ഒരു ക്ലാസ് മുറിയിൽ 38 അല്ലെങ്കിൽ 35 കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിയെയും ആ കുട്ടിയെ തന്നെ ഒരു യൂണിറ്റായി കണ്ട് ആ കുട്ടിയിൽ അന്തർലീനമായ പാഠ്യ കഴിവുകളായാലും പാഠ്യേതര കഴിവുകളായാലും വ്യത്യസ്ത അഭിരുചികളായാലും ഒക്കെ വർദ്ധിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും സാധിക്കുന്ന രൂപത്തിലേക്കുള്ള സഹായമൊരുക്കുക എന്നതാണ്. അതിന് ആവശ്യമായ രൂപത്തിൽ നമ്മുടെ പാഠ്യക്രമം, നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലെല്ലാം വലിയ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകർ എന്ന രൂപത്തിൽ മെന്റർ എന്ന നിലയിൽ നിരന്തരമായ നിരീക്ഷണം കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം. അപ്പോൾ തീർച്ചയായും അങ്ങനെ കുട്ടിയെ ഒരു യൂണിറ്റായി കണ്ടാൽ ആ കുട്ടിയിൽ എന്തെല്ലാം കഴിവുകളുണ്ട്, പാടാനുള്ള കഴിവുകളുണ്ട്, പഠനത്തിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും പുറകോട്ടടിയുണ്ട്, മറ്റേതെല്ലാം കാര്യങ്ങളാണ് കുട്ടിക്കുള്ളത്, കുട്ടി നന്നായി കാര്യങ്ങൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള കുട്ടിയാണ്. ഇങ്ങനെ കുട്ടിയുടെ ശേഷികളെ, കുട്ടിയുടെ കഴിവുകളെ ഫലപ്രദമായി കണ്ടെത്താൻ സാധിക്കുന്ന രൂപത്തിൽ ഭാവിയിലേക്ക് കരുതി വെക്കാൻ, പ്രത്യേകിച്ച് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ പിറകിലേക്ക് പോകാതിരിക്കാൻ സാധിക്കുന്ന മികച്ച വിദ്യാർത്ഥികളായി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായും ആ കാര്യത്തിൽ നല്ല മുന്നേറ്റം നടത്താൻ ഇവിടുത്തെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസ്സുകളുണ്ട്. ആധുനിക സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. അതോടൊപ്പം തന്നെ LSS, USS ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് മികച്ച പരിശീലനം നടക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മികച്ച PTA, അതോടൊപ്പം തന്നെ ചെമ്പൈ വാണി ഉൾപ്പെടെയുള്ള പ്രത്യേകമായ റേഡിയോ പരിപാടികൾ ഉൾപ്പെടെ ഈ സ്കൂളിൽ കാണും. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിദ്യാധനമാണ് സർവ്വധനാൽ പ്രധാനം. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു സ്കൂൾ തുറക്കുമ്പോൾ 1000 കാരാഗൃഹങ്ങൾ അടക്കപ്പെടുന്നു എന്ന്. കാരണം ഒരു 4 വയസ്സ് മുതൽ സ്കൂളിലേക്ക് വരുന്ന കുട്ടി, ആ കുട്ടി രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ചിലവഴിക്കുന്നത് ഈ വിദ്യാലയത്തിൽ. അപ്പോൾ വീടിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ ക്ലാസ് മുറികളിലും കോമ്പൗണ്ടുകളിലും കളിമുറ്റങ്ങളിലുമൊക്കെ സൗഹൃദങ്ങളിലുമൊക്കെയാണ് കുട്ടിയുടെ വ്യക്തിത്വം രൂപം കൊള്ളുന്നത്. അപ്പം അതുകൊണ്ട് ഇത് നിസ്സാരമായൊരു കാര്യം, പഠന പ്രക്രിയ എന്നത് നിസ്സാരമായൊരു കാര്യമല്ല. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഒരു വർഷം ഒരു വിദ്യാർത്ഥിക്ക് 50,000 രൂപയാണ് മാറ്റിവെക്കുന്നത്. 50,000 രൂപ. അപ്പം അങ്ങനെ മാറ്റിവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രൂപത്തിൽ ഈ വിദ്യാലയം ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിദ്യാലയങ്ങളെ ആകെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ നമുക്ക് ഈ വിദ്യാലയത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി സാധിക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും പോകുന്ന സ്കൂൾ തൊട്ടപ്പുറത്തുള്ള കോട്ടായി ഹൈസ്കൂളാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഞാനും എല്ലാം ഈ നാട്ടുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പ്രധാനമായും ആലോചിക്കുന്ന ഒരു തീരുമാനം എന്നത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ LP സ്കൂളുകളായാലും അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പിന്നീട് ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്ന ഹയർ സെക്കൻഡറി കോട്ടയം സ്കൂളായാലും സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ്. ആ മെച്ചപ്പെടുത്തലിൻ്റെ ഭാഗമായി കോട്ടായി ഹൈസ്കൂളിൽ ഇപ്പോൾ +2-ന് 2 കോടിയുടെ പുതിയ കെട്ടിടവും
ഹൈസ്കൂളിന് 3 കോടി രൂപയുടെ പുതിയ കെട്ടിടവും പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. ഞാനീ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാവിലെയോ വൈകുന്നേരമോ കോട്ടായി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിൽ പോയാൽ ഈ പഞ്ചായത്തിൽ നിന്നുൾപ്പെട്ട ഒട്ടേറെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള PSC പരീക്ഷകളിലെല്ലാം റാങ്ക് ലിസ്റ്റിൽ കടന്ന് സർക്കാർ ജോലിക്ക് കാത്തു നിൽക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള ഫോഴ്സുകളിലേക്ക് കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട ഈ പഞ്ചായത്തിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഉൾപ്പെടെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒരു പക്ഷേ ഇത്ര മികച്ചൊരു ഗ്രൗണ്ട് ഈ അസംബ്ലി മണ്ഡലത്തിലുള്ള ഈ പാലക്കാട് ജില്ലയിൽ തന്നെ അതിൻ്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ടീമായി നാടിൻ്റെ ജനപ്രതിനിധികൾ എന്ന രൂപത്തിൽ സർവതോന്മുഖമായ വികസനത്തിനാവശ്യമായ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഫോക്കസ് ചെയ്തൊരു മേഖല എന്നത് തീർച്ചയായും വിദ്യാലയങ്ങളാണ്. വിദ്യാലയങ്ങളിലെ അക്കാദമിക്കായ സൗകര്യം നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. നമ്മുടെ നാട്ടിലെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെ നമുക്ക് അതിൻ്റെ അടിവേരിറക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് തീർച്ചയായും എയ്ഡഡ് സർക്കാർ വിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ്. അപ്പോൾ ആ കാര്യത്തിലെല്ലാം ഈ സ്കൂളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന അധ്യാപകർ അവരുടെ മക്കളെ ഉൾപ്പെടെ ഈ വിദ്യാലയങ്ങളിൽ ചേർത്ത് മാതൃക ആകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതിലേതെങ്കിലും തരത്തിലുള്ള പിശകുകൾ പറ്റിയാൽ ആ പിശകുകളും പോരായ്മകളും എല്ലാം വരും വർഷങ്ങളിൽ തിരുത്താൻ ആവശ്യമായ പ്രവണത ഉൾപ്പെടെ ഉണ്ടാകേണ്ടതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. കാരണം കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊതുവിദ്യാഭ്യാസ മേഖല എന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള എയ്ഡഡ് സർക്കാർ വിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഒരു 7 മണിക്ക് ശേഷം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ മക്കളുടെ നിങ്ങളുടെ മക്കളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ ഉൾപ്പെടെ കാണാൻ വേണ്ടിയാണ് എന്നതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ ഈ വിദ്യാലയം ഏറ്റവും നല്ല രൂപത്തിൽ മികച്ചതായി മാറ്റാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുണ്ടാകണം. അതിന് സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ടീം ഇവിടെ അധ്യാപകർ എന്ന രൂപത്തിലുണ്ട്. ഈ ചടങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത പ്രിയപ്പെട്ട ഹിന്ദി അധ്യാപകൻ കൃഷ്ണൻകുട്ടി മാസ്റ്റർ ഇവിടെ അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഈ സ്കൂളിൻ്റെ സേവനം അവസാനിപ്പിക്കുന്നു എന്നതാണ്. 56 വയസ്സായാൽ സർക്കാർ സംവിധാനത്തിൽ അല്ലെങ്കിൽ എയ്ഡഡ് സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് വിരമിക്കുക എന്നത് അത് നിയതമായ ചട്ടങ്ങളുടെ കൂടി ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നീണ്ട 35 വർഷക്കാലം ഈ വിദ്യാലയത്തിലെ എത്രയോ തലമുറകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദി ഉൾപ്പെടെ നമ്മുടെ രാഷ്ട്രഭാഷയുടെ ആദ്യാക്ഷരങ്ങളും അതിൻ്റെ പാഠഭാഗങ്ങളും എല്ലാം പകർന്നു നൽകിയ മികച്ച അനുഭവങ്ങളുള്ള 3.5 പതിറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തുള്ള പ്രിയപ്പെട്ട അധ്യാപകൻ കൃഷ്ണൻകുട്ടി മാസ്റ്റർ ഉൾപ്പെടെ ഔദ്യോഗികമായി വിട പറയുന്ന ഈ ചടങ്ങ് സ്വാഭാവികമായും അദ്ദേഹം അധ്യാപന രംഗത്ത് മികച്ച സേവനം ഈ സ്കൂളുമായി കാഴ്ചവെച്ചിട്ടുണ്ട്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം പ്രിയപ്പെട്ട അധ്യാപകൻ എന്നത് സാധാരണ നമ്മൾ പറയാറുള്ള ഏറ്റവും മികച്ച അധ്യാപകൻ പ്രചോദിപ്പിക്കും കുട്ടികളെ. അപ്പോൾ ഇൻസ്പയർ ചെയ്യുന്ന നിലയിലേക്ക് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്ന 3.5 പതിറ്റാണ്ടിൻ്റെ സുദീർഘമായ സേവനത്തിന് ശേഷമാണ് പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി അധ്യാപകൻ എന്ന വ്യക്തി ഇവിടെ നിന്നും ഇവിടെ ഈ വിദ്യാലയത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സേവനം അവസാനിപ്പിക്കുന്നത്. അത്തരമൊരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഉൾപ്പെടെ ഏറ്റവും നല്ല നിലയിൽ യാത്രകളായാലും അതോടൊപ്പം തന്നെ മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളായാലും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മറ്റു സുദീർഘമായ പ്രസംഗത്തിന് മുതിരാതെ AUP ചമ്പ്രകുളം സ്കൂളിൻ്റെ 120ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്സവമായി വാക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. ഈ അധ്യയന വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കാൻ വേണ്ടി പോകുന്ന
കൃഷ്ണൻകുട്ടി മാഷിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ടി.കെ. ദേവദാസ് അവர்களാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മാഷിനെയും ക്ഷണിക്കുകയാണ്. കൂടെ നമ്മുടെ നൃത്താധ്യാപകൻ അപ്പൂട്ടി മാഷിനെ ആദരിക്കലുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിലെ കരാട്ട അധ്യാപകൻ ഗോപാല സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ അജേഷ് ഭാഷ കൂട്ടിനും നമ്മുടെ കിഷോർ ഭാഷയെ ആദരിക്കുന്നത് അവരിതെത്തിയിട്ടുണ്ട്. അവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിലേക്ക് ധാരാളം സംഭാവനകൾ നിന്ന് സഹായിക്കുന്ന മച്ചിങ്ങത്തോടി പ്രേമകുമാരി മാഡം എൻഡോമെന്റ് അവർ വലിയ മാഷിന് ഒരു ആദരവ് തന്നിട്ടുണ്ട്. അതും നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് കൊടുക്കുന്നതാണ്.